ഓരോ ആൾക്കാർക്കും ഓരോ സാധനത്തിനോടായിരിക്കും ക്രേസ് കാണുന്നത്. ചില ആൾക്കാർക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഞാൻ ഈ കൂട്ടത്തിലൊന്നും പെടാത്ത ആളാണ്. സ്വർണം എനിക്ക് ഇഷ്ടമേ അല്ല, അങ്ങനെ ഇഷ്ടമല്ല, വല്ലപ്പോഴും ഉപയോഗിക്കുന്നില്ല. സ്വർണം അത്ര ഇഷ്ടമല്ല. സ്വർണം വേണമെങ്കിൽ നമുക്കൊരു സമ്പാദ്യമായിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കാം. അപ്പോൾ ഒരു തവണ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വെക്കാം, അത്രേ ഉള്ളൂ. ഈ ഇട്ടിരിക്കുന്ന കമ്മലൊന്നും സ്വർണ്ണമല്ല കേട്ടോ. എനിക്ക് കുപ്പിവിളയുടെ ഭയങ്കര ക്രേസ് ആണ്. ഇതറിഞ്ഞിട്ട് നമുക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ എനിക്ക് കുറേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ട് തരാറുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള വളയാണ് ഇതിനകത്തുള്ളത്. എൻ്റെ പേരൊക്കെ എഴുതിയിട്ടാണ് ഈ വള വന്നിട്ടുള്ളത്. എൻ്റെ കുപ്പിവള കളക്ഷനാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കിട്ടിപ്പോയി മക്കളെ, കിട്ടിപ്പോയി. എൻ്റെ ഫേവററ്റ് സാധനമാണ് ഈ ഒരു ബോക്സിലുള്ളത്. ഇന്ന് അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അപ്പം ഞാൻ ഓരോ കളർ വീതം പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് 6 സൈസിലെ കുപ്പിവളയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനപ്പോൾ സൈസൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ പിന്നെ അവർ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് സൈസൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു ബോക്സ് നിറച്ച് കുപ്പിവള കൊണ്ടുവന്നിട്ടുള്ളത്. കുപ്പിവളയും പിന്നെ ഒരു കമ്മലും ഉണ്ട്, ഒരു ഇയറിങ്സ് ഉണ്ട് കേട്ടോ. തുറന്നു നോക്കിയാലോ. പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ നല്ല അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യമേ തന്നെ പിങ്ക് കളറിലെ വള. അടുത്തത് വൈറ്റ് കളറിലെയാണ് കേട്ടോ. വൈറ്റ് കളറിലെ നല്ലതായിട്ടാണ് പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല വൈറ്റ്, നല്ല ഭംഗിയുണ്ട്. നല്ല തിളങ്ങുന്ന വൈറ്റ്, നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് ടർക്വൈസ് ബ്ലൂ. ഇപ്പം 2 കളർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഇവിടെ ഇടുമെന്ന് അറിയത്തില്ല. അടുത്തത് കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ. മൾട്ടി കളർ. അടുത്തത് മെറ്റൽ റെഡ് ആണ് കേട്ടോ. റെഡ് കളറിലെ കുപ്പികൾ എനിക്ക് വേറെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു ഡാർക്ക് റെഡ് അല്ല, ഇതൊരു വേറെ റെഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതൊരു മിന്റ് കളറിലാണ് കേട്ടോ. മിന്റ് കളറിൽ, ഈ കളറിലൊക്കെ റെയർ ആയിട്ടുള്ള കളറാന്ന് തോന്നുന്നു. കൂടാതെ എനിക്ക് ഇത്രയും വളകളുണ്ട് കേട്ടോ. ഇത് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ഒന്നും ചെയ്ത് വെച്ചേക്കുമല്ല. ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരോ കളറായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. യു എയിലും കുപ്പിവളയൊക്കെ കിട്ടും, പക്ഷേ നമ്മുടെ നാട്ടിനെക്കാട്ടിലും ഇരട്ടി വിലയാണ് ഇവിടുത്തെ കുപ്പിവളയ്ക്ക്. പുതിയ വള കിട്ടിയതുകൊണ്ട് പഴയ വളയെല്ലാം അടുക്കിപ്പറക്കി വെച്ചു. അപ്പോൾ പഴയ വളകളൊക്കെ അടുക്കിപ്പറക്കി വെച്ചപ്പോൾ ഇത്രയുണ്ട് കേട്ടോ. പിന്നെ കുപ്പിവള അല്ലാത്ത വളകളെല്ലാം താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പുതിയ കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ പകുതിയിലധികം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വളകളാണ്. കുപ്പിവള ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഞാൻ കുറച്ച് കുപ്പിവള നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ കുപ്പിവള ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം പല ആൾക്കാർ ഗിഫ്റ്റായിട്ട് തരാൻ തുടങ്ങി. ഇപ്പം രുപ്രിയ ടീച്ചർ, പുള്ളിക്കാരി തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പം പിന്നെ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. നമ്മുടെ ഈ വള ഇപ്പോൾ പുള്ളിക്കാരി നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പം ആ രുപ്രിയ ടീച്ചർ കുറേ വളകൾ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ശബിത ടീച്ചർ, പിന്നെ സംഗീത ടീച്ചർ, ഇവർ 3 പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വള കൊണ്ട് തന്നിട്ടുള്ള ആൾക്കാർ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ്. എന്തായാലും പുതിയ കളക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഇത്രയും എനിക്ക് അടുക്കി പിറക്കി വെക്കാൻ തോന്നി. പല കളറിലെ പല വെറൈറ്റിയിലുള്ള വളകൾ.